രാത്രി 9 മണിയോടെ ജയലളിതയുടെ ശവകുടീരത്തിന് മുന്നിലെത്തിയ പന്നീർസെൽവം 3/4 മണിക്കൂറോളം ശവകുടീരത്തിന് മുന്നിൽ ധ്യാനനിരതനായി. അമ്മയുടെ ആത്മാവ് തന്നോട് സംസാരിച്ചുവെന്ന ആമുഖത്തോടെയായിരുന്നു പന്നീർസെൽവം മാധ്യമങ്ങളെ കണ്ടത്. വികാരപരമായി സംസാരിച്ച പന്നീർസെൽവം അമ്മയാണ് തന്നെ മുഖ്യമന്ത്രിയാക്കിയതെന്നും പറഞ്ഞു. തമിഴ്നാട് രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്നതായിരുന്നു പിന്നീടുള്ള വെളിപ്പെടുത്തലുകൾ. ശശികലയും കൂട്ടരും കൂടി തന്നെ നിർബന്ധിപ്പിച്ച് രാജിവെപ്പിക്കുകയായിരുന്നു. ശശികല ജനറൽ സെക്രട്ടറിയാകാൻ അമ്മ ആഗ്രഹിച്ചിരുന്നില്ല. ജനസമ്മതിയില്ലാത്തയാൾ മുഖ്യമന്ത്രി ആകരുതെന്നും പന്നീർസെൽവം കൂട്ടിച്ചേർത്തു. ഒട്ടുമൊത്ത செயல்வரும் எண்ணுகிற ஒருவர்தான் கழகத்தினுடைய பொதுச் செயலாளராக வர வேண்டும். ஒட்டுமொத்த மக்களினுடைய யாரை விரும்புகிறார்களோ அவர்தான் முதலமைச்சராக வர வேண்டும். മുഖ്യമന്ത്രിയായി തന്നെ അവഹേളിച്ചു. നിയമസഭാ കക്ഷിയോഗം ചേർന്നതോ ശശികലയെ നേതാവാക്കിയതോ താൻ അറിഞ്ഞില്ല. തന്റെ കീഴിലുള്ള മന്ത്രിമാരെ കൊണ്ട് തന്നെ അവഹേളിച്ചു. ശശികലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് റവന്യൂ മന്ത്രി ഉദയകുമാർ ആവശ്യപ്പെടുകയായിരുന്നു. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ താൻ രാജി പിൻവലിക്കും, വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് പോരാടാൻ തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പിന്നീട് വീട്ടിലെത്തിയ പന്നീർസെൽവത്തിന് പിന്തുണയുമായി ആയിരങ്ങളെത്തി. ശശികലയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.